നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്നവരാണല്ലേ. അതുവഴി ദിവസേന നമ്മൾ ചാറ്റിംഗ് നടത്താറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പല വികാരങ്ങളും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമോജികളുടെ സഹായം തേടാറുണ്ടല്ലേ. എന്നാൽ ഇമോജികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ലെറ്റേഴ്സ് വളരെ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം, ഇതുവഴി എങ്ങനെ ഷെയർ ചെയ്യാം എന്നതിനെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് ഒരു അറിവുണ്ടായിരിക്കില്ല. അതായത് ഒരു ഉദാഹരണമായി നമ്മൾ ഓണത്തിൻ്റെയും മറ്റുമൊക്കെ സാഹചര്യങ്ങളിൽ ഇത്തരം ഹാപ്പി ഓണം എന്ന് നമ്മളെ ഇമോജികൾ കൊണ്ടുണ്ടാക്കിയ ലെറ്റേഴ്സ് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടല്ലേ. ഇതെങ്ങനെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഈ ചാനലിൽ നിന്നുള്ള ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് തൊട്ട് വലതുഭാഗത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഇമോജി ലെറ്റർ മേക്കർ എന്നാണ്. ഇത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ആക്കുക. അതിന് പ്രത്യേകിച്ച് വളരെ 1-2 പെർമിഷൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വേറെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല. അതിനുശേഷം ഇങ്ങനെയൊരു പേജാണ് വരിക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള ലെറ്റർ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. ഹായ് ഫ്രണ്ട് എന്ന് ടൈപ്പ് ചെയ്താൽ ഈ തൊട്ട് വലതുഭാഗത്തായി കാണാൻ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഇമോജി സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസാണ്. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇമോജി വെച്ചിട്ട് ഇഷ്ടമുള്ള ലെറ്റർ ഇവിടെ അപ്പോൾ തന്നെ ടൈപ്പായി വരുന്നതാണ്. ഇനി ഇതിനിവിടെ ഒരു പ്ലസ് സിമ്പിൾ നിങ്ങൾക്ക് കാണാം. അത് എന്താണെന്ന് നോക്കാം. അതിൽ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ വലതുഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇതിൻ്റെ കളറാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. ഇനി തൊട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തതിൻ്റെ മിറർ ഇമേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതായി കാണുന്ന ഓപ്ഷൻസ് സെറ്റിങ്സ് ആണ്. ഇതിൻ്റെ അത്യാവശ്യം ടൈപ്പിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നമുക്ക് ഉപകാരപ്രദമായേക്കാവുന്ന സെറ്റിങ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ അപ്ലൈ സിംഗിൾ ഇമോജി ടു ഈച്ച് ലെറ്റർ, റാൻഡം ഓർഡർ. അതിൻ്റെ ഇമോജീസുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഇമോജീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് റാൻഡം ഓർഡറിൽ അത് ഏത് ഓർഡറിലാണ് ടൈപ്പ് ചെയ്ത് വരേണ്ടത് എന്ന് ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ലാർജ് ലെറ്റേഴ്സ് നമുക്കതിൽ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെറ്റർ സൈസ് എനേബിൾ ചെയ്യണം. അതിൻ്റെ തിക്നെസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതും എനേബിൾ ചെയ്യണം. അതൊക്കെ ഡീഫോൾട്ടായിട്ട് എനേബിൾഡ് ആയിരിക്കും. അത് പിന്നെ ബാക്കി അതിൻ്റെ സെറ്റിങ്സാണ്. സേവ് വർക്ക് ഓൺ എക്സിറ്റ്. നമ്മൾ ആപ്ലിക്കേഷൻ എപ്പോൾ എക്സിറ്റ് ആകുന്നോ ആ സമയത്ത് ടൈപ്പ് ചെയ്ത ലെറ്റർ ഇമോജി ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. പിന്നെ അടുത്തതായിട്ട് ഇതിൽ അത്യാവശ്യം ആപ്ലിക്കേഷനിൽ ആഡ്സ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അത് പ്രോബ്ലമില്ല. ഇനി ഇതിൻ്റെ സെറ്റിങ്സിന് തൊട്ട് താഴെ കാണുന്നത് ഷെയർ ചെയ്യാവുന്ന ഒരു ഇതാണ്. ഇത് പ്രധാനമായും വാട്സാപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 3 വഴി നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആദ്യം ഇമേജായി സേവ് ചെയ്ത ശേഷം നമുക്കത് ഷെയർ ചെയ്യാം. രണ്ടാമത് ടെക്സ്റ്റായിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്താൽ ഈ ഇമോജി ടെക്സ്റ്റിൻ്റെ രൂപത്തിൽ കോപ്പി ആവുകയും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട വ്യക്തിക്ക് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി കോപ്പി ചെയ്യാവുന്ന ഇതും രണ്ടും ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ കോപ്പി ചെയ്ത ശേഷം ആർക്കാണോ അയക്കേണ്ടത് അവിടെ പോയി
പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നമ്മുടെ ഹായ് ഹാപ്പി ഓണം, ഹായ് ഫ്രണ്ട് എന്ന ഇത് പേസ്റ്റ് ആയിട്ടുണ്ടാവും. ഏകദേശം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് വലതുഭാഗത്തായിട്ട് കാണുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ സ്കെച്ചിൻ്റെ എഡിറ്ററാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെച്ചിൻ്റെ ഓപ്ഷൻസാണ്. അതിൻ്റെ അടുത്തത് കാണുന്നത് ടെക്സ്റ്റിൻ്റെ അലൈൻമെൻ്റ് ആണ്. അത് രണ്ട് രീതിയിൽ അലൈൻ ചെയ്യാം. ഒന്ന് ഹൊറിസോണ്ടലായിട്ടും ചെയ്യാം, ഒന്ന് വെർട്ടിക്കലായിട്ടും ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഇതാണ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്. അത് ചേഞ്ച് ചെയ്താൽ നമുക്ക് വെർട്ടിക്കലാകും. ഈ ടെക്സ്റ്റ് വെർട്ടിക്കലായിട്ട് വരും. നമുക്ക് ചാറ്റിങ്ങിലൊക്കെ ഇത് അയച്ചു കൊടുക്കാൻ വെർട്ടിക്കലായിട്ടുള്ള ഈ ഓപ്ഷനാണ് നല്ലത്. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഇമോജീസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റാൻഡം ഓർഡറിലായിരിക്കും ഇവിടെ പേസ്റ്റ് ആവുക, ഇത് ഇമേജിൽ വരിക. അതാണ് നമുക്കൊന്നിൽ കൂടുതൽ ഇമോജികൾ സെലക്ട് ചെയ്യാം. കണ്ടോ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഓപ്ഷനിലുള്ളത്, ഇമോജീസ് റാൻഡം ഓർഡർ. രണ്ടാമതാണ് സെറ്റിങ്സ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസാണ്, ഫോണ്ട് സൈസ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.